കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറഞ്ഞ പോലെയാണ് KSRTC വിഷയത്തിൽ ഗതാഗത മന്ത്രി CP ജോണിന്റെയും കോൺഗ്രസിന്റെയും നിലപാട്. സ്ത്രീകൾ അമിതമായി കയറി KSRTC ബസ്സുകൾ ഓവർലോഡായി കംപ്ലൈന്റ് ആവുന്നു എന്ന പരാതി കൂടി ഗതാഗത മന്ത്രി ഉന്നയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾ ഇപ്പോൾ തള്ളിക്കയറുന്നു. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പിന്റെയും UDF സർക്കാരിന്റെയും വലിയ നെഞ്ചരിച്ചിൽ. കാര്യങ്ങൾ ആലോചിച്ചാൽ ചിരി വരും. കേരളത്തിലെ ഏതെങ്കിലും അമ്മമാരോ സഹോദരിമാരോ റോഡിലിറങ്ങി സമരം ചെയ്തിട്ടാണോ കോൺഗ്രസ് ഇത്തരമൊരു പദ്ധതി കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് വണ്ടിക്കൂലി തരണേ, ഞങ്ങൾക്ക് സൗജന്യ യാത്ര തരണേ എന്ന് പറഞ്ഞ് ആരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ടില്ല, ധർണ ഇരുന്നിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പെരുമഴ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. രാഹുൽ ഗാന്ധിയുടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന ആകർഷകമായ പേരിൽ വന്നിറങ്ങിയ വലിയൊരു പ്രഖ്യാപനം. കർണാടകത്തിലും തെലുങ്കാനയിലുമൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട അതേ തന്ത്രം കേരളത്തിലും ഇറക്കി. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ഈ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് കോൺഗ്രസുകാർ കൊട്ടിഘോഷിച്ചു. പക്ഷെ ഇത് ഏറ്റവും വലിയ വയറ്റത്തടിയായത് ആർക്കാണെന്നറിയാമോ? ഒരുവിധം എണ്ണയടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പാവം KSRTCക്ക്. എങ്ങനെയോ ഒരുവിധം താളം കണ്ടെത്തി സർവീസ് നടത്തിയിരുന്ന KSRTCയുടെ നട്ടല്ലൊടിക്കുന്ന പരിപാടിയായി പോയി ഈ സൗജന്യ യാത്ര. നഷ്ടം വരുന്നത് സർക്കാർ സബ്സിഡി നൽകി നികത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഭരണാധികാരികൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ കൊടുക്കുന്ന സബ്സിഡി പണം എവിടെ നിന്നാണ് വരുന്നത്? ഊച്ചവെറ്റ് കിടക്കുന്ന നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന്, അല്ലാതെ കോൺഗ്രസ് നേതാക്കളുടെയോ മന്ത്രിമാരുടെയോ സ്വന്തം കീശയിൽ നിന്നല്ലല്ലോ. ഇനി പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യം എടുത്തു നോക്കിയാൽ ഇപ്പോൾ തന്നെ മൂക്കറ്റം കടത്തിലാണ് മിക്ക ബസ് സർവീസുകാരും. ബസ് ജീവനക്കാർക്ക് ദിവസവേതനം പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പകുതിയിലധികം പ്രൈവറ്റ് ബസ് ഉടമകളും. മുൻപ് ഇത് KSRTCയുടെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് പ്രൈവറ്റ് ബസ്സുകാരും തൊഴിലാളികളും നേരിടേണ്ടി വരുന്നത് ഇതേ പ്രശ്നമാണ്. KSRTCയെയും കേരളത്തിലെ പ്രൈവറ്റ് ബസ് സർവീസിനെയും ഒരുപോലെ വെറുപ്പിച്ച ഈ പദ്ധതി ഇന്നിതാ പദ്ധതിയുടെ മുഖ്യ ഉപഭോക്താക്കളായ സ്ത്രീകളെ തന്നെ വെറുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം ഏവരും കേട്ടതാണല്ലോ. ചികിത്സയ്ക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന കുട്ടികളെ പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞയക്കുന്ന സ്ത്രീകൾ പ്രിയദർശിനിയിൽ സൗജന്യ യാത്രയ്ക്ക് തള്ളിക്കയറുന്നു പോലും. ഒരു മന്ത്രിയുടെ നാവിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയായിരുന്നു അത്. ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നതും അത് വാങ്ങി ഉപയോഗിക്കുന്നവരെ ആക്ഷേപിക്കുന്നതും ഒരുപോലെ നടത്തുന്ന ഒരു പുതിയ ഭരണരീതി. ഇവിടെയാണ് നമ്മൾ ഈ സൗജന്യ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഫ്രീബിസ് സംസ്കാരത്തിന്റെ അപകടവശങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നാടൊട്ടുക്കും വാരി വിതറുന്ന സൗജന്യങ്ങൾ നാടിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം വലിയ ആപത്താണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. സൗജന്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ സോപ്പിടാമെന്ന് കരുതുന്നത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലാണ്. റോഡുകളും പാലങ്ങളും വിദ്യാലയങ്ങളും ആശുപത്രികളും മികച്ചതാക്കലാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരവും വരുമാനവും ഉയർത്തലാണ് വികസനം. അല്ലാതെ ജനങ്ങളുടെ കയ്യിൽ സൗജന്യ പാസുകൾ കൊടുത്തുവിട്ട് അവരെ യാചകരെ പോലെ കാണുന്നതല്ല. പ്രതിശീർഷ വരുമാനം കൂട്ടാനുള്ള വഴികൾ കണ്ടെത്തുന്നതിന് പകരം എല്ലാം സൗജന്യമായി നൽകി ജനങ്ങളെ പരാശ്രയത്വത്തിലേക്ക് തള്ളിയിടുകയാണ് ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. ഇത്തരം ഫ്രീബിസ് സംസ്കാരം കാരണം സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കെല്ലാം തടസ്സം നേരിടുന്നു. റോഡ് പണി മുടങ്ങുന്നു, പാലങ്ങൾ പണിയാൻ പണമില്ലാതാകുന്നു, KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങാൻ ഫണ്ട് ഇല്ലാതാകുന്നു. അവസാനം ഈ സൗജന്യങ്ങൾ നൽകി ഖജനാവ് ശൂന്യമാകുമ്പോൾ സർക്കാർ മറ്റു വഴികളിലൂടെ ജനങ്ങളെ പിഴിഞ്ഞെടുക്കാൻ തുടങ്ങുന്നു. നികുതി കൂട്ടി, വെള്ളക്കരവും വൈദ്യുതിക്കരവും കൂട്ടി, പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തി ജനങ്ങളുടെ പോക്കറ്റ് അടിക്കും. ഒരു കൈയിലൂടെ സൗജന്യം കൊടുക്കുന്നതായി അഭിനയിച്ച് മറുകൈയിലൂടെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇരട്ടി തുക തട്ടിയെടുക്കുന്ന വിദ്യ. ഇതൊരിക്കലും ഒരു നല്ല ഭരണരീതിയല്ല. പ്രിയദർശിനി പദ്ധതിയിലൂടെയും സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ്. ഗതാഗത മന്ത്രിയോട് തിരിച്ചു ചോദിക്കാൻ ചില വ്യക്തമായ ചോദ്യങ്ങളുണ്ട്. ഈ സൗജന്യ യാത്ര കേരളത്തിലെ ജനങ്ങൾ സമരം ചെയ്ത് പോരാടി നേടിയെടുത്തതൊന്നുമല്ല. UDF സർക്കാരിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കേട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് നൽകിയതാണ്. സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര ലഭിക്കാൻ ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ: സ്ത്രീ ആയിരിക്കുക എന്നത് മാത്രം. അല്ലാതെ അവർ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ വിടുന്നുണ്ടോ, സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നുണ്ടോ എന്നൊന്നും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. അങ്ങനെ ഒരു നിയമം ആരും പാസാക്കിയിട്ടുമില്ല. അപ്പോൾ പിന്നെ സ്വന്തം അവകാശം ഉപയോഗിക്കുന്ന ജനങ്ങളെ അപമാനിക്കാനും പുച്ഛിക്കാനും സർക്കാരിന് എന്താണ് അവകാശം? സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി കൊണ്ടു നടന്ന ഒന്നല്ലേ ഈ പ്രിയദർശിനി?
എന്നാൽ പിന്നെ ഈ പദ്ധതി അങ്ങ് പൂത്തുലയട്ടെ എന്ന് വിചാരിക്കുകയല്ലേ ഗതാഗത മന്ത്രി ചെയ്യേണ്ടത്? പദ്ധതി നടപ്പിലാക്കാൻ ആവേശത്തോടെ മുന്നിട്ടിറങ്ങി, എന്നാൽ അതിന്റെ സാമ്പത്തിക ഭാരം താങ്ങാൻ കഴിയാതെ വരുമ്പോൾ പഴി മുഴുവൻ പാവം യാത്രക്കാരുടെ തലയിലിടുന്നത് എവിടുത്തെ ന്യായമാണ്? വോട്ട് വേണമെന്നുള്ളപ്പോൾ സ്ത്രീകൾക്ക് വലിയ ഗ്യാരണ്ടികൾ നൽകും. വോട്ട് കിട്ടി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അത് വാങ്ങി ജനങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ഇവിടെ തള്ളിക്കയറുന്നേ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കും. ഇത് ജനങ്ങളെ വഞ്ചിക്കലാണ്. ഒന്നുകിൽ ഇത്തരം സൗജന്യങ്ങൾ ഒരു ജനത്തിന് നൽകാതിരിക്കുക, ഇനി നൽകുകയാണെങ്കിൽ അത് ജനങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ആയുധമാക്കി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായി സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള വിവേകം എല്ലാ സർക്കാരുകൾക്കും ഉണ്ടാകണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് നാടിനെ കടക്കണിയിലാക്കുന്ന ഇത്തരം പദ്ധതികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് തന്നെയായിരിക്കും തിരിച്ചടിയാവുക. പ്രിയദർശിനി എന്ന സ്ത്രീ സൗഹൃദമായ പേരുകൾ ഇട്ടതുകൊണ്ട് മാത്രം ഒരു പദ്ധതിയും വിജയകരമാകുന്നില്ല. അതിന് കൃത്യമായ പ്ലാനിങ്ങും സാമ്പത്തിക ഭദ്രതയും ആവശ്യമാണ്. സർക്കാർ വാഗ്ദാനം തന്നു, ജനങ്ങൾ അത് ഉപയോഗിക്കുന്നു. അതിൽ അസഹിഷ്ണുത കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ബസ്സിലെ തിരക്ക് കണ്ട് സഹികെട്ട് ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം KSRTCയെ എങ്ങനെ രക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ് ഗതാഗത മന്ത്രി ഇനിയും ചിന്തിക്കേണ്ടത്. അല്ലാതെ സൗജന്യ യാത്ര തേടിയെത്തുന്ന സ്വന്തം ജനങ്ങളെ പരിഹസിക്കലല്ല ഭരണം. സ്വന്തം വാഗ്ദാനങ്ങളുടെ ഭാരം താങ്ങാൻ പറ്റാത്തപ്പോൾ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഈ നയം ജയിപ്പിച്ചു വിട്ട ജനത്തിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് സമമാണ്. ജനപ്രീതി നേടാൻ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുകയും അതിന്റെ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെ വരുമ്പോൾ അത് ഉപയോഗിക്കുന്ന ജനങ്ങളെ തന്നെ അപമാനിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് ചേർന്നതല്ല. വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് വോട്ട് തട്ടാനുള്ള ആയുധമായി മാത്രം കാണാതെ അത് നടപ്പിലാക്കാനുള്ള കൃത്യമായ സാമ്പത്തിക ആസൂത്രണം കൂടി സർക്കാരുകൾ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകൾ അവസാനിപ്പിച്ച് പദ്ധതിയിലെ വീഴ്ചകൾ തിരുത്താനാണ് ഗതാഗത വകുപ്പ് തയ്യാറാകേണ്ടത്. ജനങ്ങളെ ഭാരമായി കാണുന്ന ഭരണമല്ല, ജനങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന ഭരണമാണ് നാടിനാവശ്യം. വാഗ്ദാനം നൽകിയവർ തന്നെ അത് നടപ്പിലാക്കുമ്പോൾ പരിഭ്രാന്തരാകുന്നതും ഉപഭോക്താക്കളെ അധിക്ഷേപിക്കുന്നതും സ്വന്തം പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമം മാത്രമായി കാണേണ്ടി വരും. അപഹാസ്യമായ ഇത്തരം നിലപാടുകൾ തിരുത്തി KSRTCയെയും സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയെയും കൂടുതൽ ശാസ്ത്രീയമായും സുതാര്യമായും നയിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.